നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 81 സർഗഃ 81 സർഗം. 81 സർഗത്തിലെ 8 ശ്ലോകങ്ങൾ ചൊല്ലാം. 1 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങൾ. ഒന്നാമത്തെ ശ്ലോകം. തതോ നാന്തിമുഖിം രാത്രിം ഭരതാം സൂതമാഗതാഃ തുഷ്ടുവു സവിശേഷജ്ഞ സ്തവൈർമംഗലസംസ്തവൈഃ. സുവർണകോണാഭിഹത പ്രാണദദ്യാമദുന്ദുഭിഃ ദദ്മുഃശംഖാച്ഛശതശോ വാദ്യാം ഛോചവചസ്വരാൻ. സ തൂര്യഘോഷസുമഹാൻ ദിവമാപൂരയന്നിവ ഭരതം ശോകസന്തപ്തം ഭൂയ ശോകൈരരന്ധ്രയത്. തതഃ പ്രബുദ്ധോ ഭരതസ്തം ഘോഷം സന്നിവർത്യ ച നാഹം രാജേതി ചോക്താതം ശത്രുഘ്നമിദമബ്രവീത്. പശ്യ ശത്രുഘ്ന കൈകേയ്യ ലോകസ്യാപകൃതം മഹത് വിസൃജ്യ മയി ദുഃഖാനി രാജാ ദശരഥോ ഗതഃ. തൈശേഷ്യാ ധർമ്മരാജസ്യ ധർമ്മമൂലാ മഹാത്മനഃ പരിഭ്രമതി രാജശ്രീത് നൗരിവാ കർണികാജലേ. യാഹിനഃ സുമഹാന്നാഥ സോപി പ്രവ്രാജിതോ വനെ അനയാ ധർമ്മമുത്സൃജ്യ മാത്രാ മേ രാഘവ സ്വയം. ഇത്യേവം ഭരതം വീക്ഷ്യ വിലപന്തമചേതനം കൃപണം രുരുദുഃ സർവാ സുസ്വരം യോഷിതസ്തദാ. 81 സർഗ 81 സർഗത്തിലെ 8 ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇപ്പോൾ ഭരതനും പ്രജകളും മന്ത്രിമാരും മറ്റ് രാജനിവാസികളുമെല്ലാം എല്ലാത്തിനുമുള്ള ഒരുക്കങ്ങൾ ചെയ്ത് പോകാൻ തയ്യാറായി. അതിനുശേഷം പിറ്റേന്ന് പോകാനായി അവർ രാത്രി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഭരതനെ രാജാവായി കാണുന്ന സജീവന്മാരെല്ലാം രാജാവിനെ ഉണർത്തുന്ന പോലെ ഭരതനെ ഉണർത്തുവാനുള്ള ശ്രമം തുടങ്ങി. രാജാവിനെ ഉണർത്താൻ പ്രത്യേക ചില ചിട്ടകളൊക്കെ ഉണ്ടല്ലോ, വാദ്യഘോഷങ്ങളും പ്രഭാതഗീതങ്ങളുമൊക്കെ, അവയൊക്കെ മംഗളസ്തോത്രങ്ങളുമൊക്കെ ചൊല്ലാൻ തുടങ്ങി. 81 സർഗത്തിലെ 1-ാമത്തെ ശ്ലോകം. തതോ നാന്തിമുഖിം രാത്രിം ഭരതാം സൂതമാഗതാഃ തുഷ്ടുവു സവിശേഷജ്ഞ സ്തവൈർമംഗലസംസ്തവൈഃ. 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. മംഗളങ്ങൾക്കൊത്ത ദിനാരംഭത്തെ കുറിക്കുന്നതായ നിശാന്തിമ യാമത്തിൽ
ഔചിത്യം പോലെ പ്രവർത്തിക്കാൻ കഴിവുള്ള സൂതമാഗധന്മാർ മംഗളസ്തോത്രങ്ങളെ കൊണ്ട് ഭരതനെ സ്തുതിഗീതങ്ങളാൽ ഉണർത്തി. ശ്ലോകം 2. സുവർണകോണാഭിഹത പ്രാണദദ്യാമദുന്ദുഭിഃ ദദ്മുഃശംഖാശ്ച ശതശോ വാദ്യാംശോച്ചാവചസ്വരാൻ. രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: സ്വർണക്കോലുകൾ കൊണ്ട് കൊട്ടുന്ന യാമപ്പെരുമ്പറയുടെ ശബ്ദം ഉളവാക്കുന്ന വിധത്തിൽ ഊതുന്ന ശബ്ദവും മുഴങ്ങി. ശ്ലോകം 3. സതുര്യഘോഷസ്സു മഹാൻ ദിവാമാപൂരയന്നിവ ഭരതം ശോകസന്തപ്തം ഭൂയ ശോകൈരരന്ത്രയത്. ശ്ലോകം 3ൻ്റെ അർത്ഥം: ആകാശമൊട്ടുക്കു മുഴങ്ങും വണ്ണമുള്ള വാദ്യഘോഷങ്ങൾ ദുഃഖിതനായ ഭരതന് വീണ്ടും ദുഃഖങ്ങൾ തുളച്ചു കയറുന്ന അവസ്ഥ ഉളവാക്കി. ഇതൊന്നും ഭരതനെ സന്തോഷിപ്പിക്കുകയല്ല ചെയ്തത്, അതീവ ദുഃഖിതനാക്കുകയാണ് ചെയ്തത് ഈ ഘോഷങ്ങളെല്ലാം. ശ്ലോകം 4. തത പ്രബുദ്ധോ ഭരതസ്തം ഘോഷം സനിവർത്യച നാഹം രാജേതി ചോക്താത്തം ശത്രുഘ്നമിതമബ്രവീത്. ശ്ലോകം 4ൻ്റെ അർത്ഥം: ഉണർന്ന ഭരതൻ ആഘോഷത്തെ ഉടനെ നിർത്തിച്ചു. ഞാൻ രാജാവല്ല എന്ന് പറഞ്ഞു. പിന്നെ ശത്രുഘ്നനോട് ദുഃഖത്തോടെ ഇപ്രകാരം പറഞ്ഞു. ശ്ലോകം 5. പശ്യ ശത്രുഘ്ന കൈകേയ ലോകസ്യാപകൃതം മഹത് വിസൃജ്യമയി ദുഃഖാനി രാജാ ദശരഥോ ഗതഃ. ശ്ലോകം 5ൻ്റെ അർത്ഥം: നോക്കൂ ശത്രുഘ്ന, കൈകേയി ലോകത്തിനുണ്ടാക്കി തീർത്ത വമ്പിച്ച അപകാരം. ദശരഥ മഹാരാജാവ് സമസ്ത ദുഃഖങ്ങളും എന്നിൽ അർപ്പിച്ചിട്ട് പോവുകയും ചെയ്തു, അതായത് മരണമടയുകയും ചെയ്തു. ശ്ലോകം 6. തസ്യൈഷാ ധർമ്മരാജസ്യ ധർമ്മമൂലാ മഹാത്മനഃ പരിഭ്രമതി രാജശ്രീർ നൗരിവാ കർണികാജലേ. ശ്ലോകം 6ൻ്റെ അർത്ഥം: ആ മഹാത്മാവായ ധാർമ്മിക രാജാവിൻ്റെ ധർമാവലംബിനിയായ രാജശ്രീ തോണിക്കാരനില്ലാത്ത തോണി പോലെ ജലത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് ചുറ്റി ഉഴലുന്നു. ശ്ലോകം 7. യാഹിനസ്സു മഹാനാഥ സോപി പ്രവ്രാജിതോ വനെ അനയാ ധർമ്മമുത്സൃജ്യ മാത്രാമേ രാഘവ സ്വയം. ആരാണോ മഹാനായ രാജ്യനാഥൻ, അദ്ദേഹമാണെങ്കിൽ ധർമ്മത്തെ കൈവിട്ടവളായ എൻ്റെ അമ്മ മൂലം വനം പോവുകയും ചെയ്തു. ശ്ലോകം 8. ഇത്യേവം ഭരതം വീക്ഷ്യ വിലപന്തമചേതനം കൃപണാരുരുദു സർവ സുസ്വരം യോഷിതസ്തദാ. ശ്ലോകം 8ൻ്റെ അർത്ഥം: ഇങ്ങനെ വിലപിക്കുന്ന നിച്ഛേദനനായ ഭരതനെ കണ്ട് സ്ത്രീകളെല്ലാവരും ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.